ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് താങ്ങും തണലുമായിട്ടുള്ള ജീവിതമാണ് ശുശ്രൂഷ എന്ന് കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് ഇന്നെൻ്റെ കൂടെയുള്ളത് പാട്രിക് ബ്രദർ. ബ്രദറെ, എങ്ങനെയായിരുന്നു ഈ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലേക്കുള്ളൊരു വരവും ഈ ഒരു കിഡ്സ് മിനിസ്ട്രിയിലേക്കൊക്കെയുള്ള ഒരു വരവും ഒക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ അമ്മയും പെങ്ങളൊക്കെയാണ് ധ്യാനത്തിന് പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നത്. അപ്പോൾ കൈകൊട്ടിപ്പാട്ടൊക്കെ കാണുന്ന ആദ്യ സമയത്ത് അപ്പോൾ ശരി കളിയാക്കുമായിരുന്നു. അങ്ങനെ കാണാൻ എല്ലാവരും കളിയാക്കുമായിരുന്നു പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ എന്നെ മാറ്റിമറിച്ച സംഭവം എൻ്റെ അപ്പം മുഴുക്കുടിയനായിരുന്നു. എൻ്റെ അമ്മയുടെ നീണ്ട ഒരു 25 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആരും പറയാതെ അപ്പനിവിടെ വന്നു. അപ്പനിവിടെ വന്ന് ധ്യാനം കൂടി തിരിച്ചു വന്നപ്പോൾ അപ്പനെ കൂടി നിർത്തി. അപ്പം എൻ്റെ കിളി പോയി. കാരണം അപ്പം കൂടി നിർത്തിയെങ്കിൽ അവിടെ ദൈവം ഉണ്ടെന്ന് ഞാൻ പറയണത്. അങ്ങനെയാണ് അന്നത്തെ. അവിടെ ദൈവമുണ്ട്, എനിക്കും പോകണം. അങ്ങനെ ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിന് വന്നപ്പോൾ പനക്കലച്ഛൻ്റെ ഈ 6 മണി തൊട്ടൊരു ടോക്കുണ്ട്. ആ സമയത്ത് നിപ്പാണ്. അത് ശരിക്കും ഈശോ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ദിവസം പോലും ഞാൻ അത് മിസ്സാക്കിയില്ല, ഒരു വാക്കും മിസ്സാക്കിയില്ല. അത് അടിച്ച് കിട്ടി. അങ്ങനെയാണ് ഞാൻ കരിസ്മാറ്റിക്കിലൊക്കെ വന്നെങ്കിലും പെട്ടെന്ന് ജീസസിലേക്ക് കയറി വന്നത്. അങ്ങനെ ജീസസ് തന്നെയായിരുന്നു, ഇപ്പോഴും ജീസസ് തന്നെയാണ്. പിന്നെ കിഡ്സ് അത് ജീസസിൽ വന്ന ശേഷമേ എനിക്കൊരു കുഴപ്പമുണ്ട്. എനിക്ക് ആക്ടിവിറ്റി ഓറിയൻറ്റഡാണ്. എനിക്കെന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ജീസസിൽ വന്ന ശേഷവും ഇങ്ങനെ ചെയ്യാനുള്ള പരിപാടിക്ക് പോകുമ്പോൾ ആദ്യം കുറേ പേരുണ്ടാവും, പിന്നെ ആരും ഉണ്ടാവില്ല, കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് അതിനോടൊരു അങ്ങനെ എനിക്ക് പെട്ടെന്ന് അത് ഇഷ്ടപ്പെടില്ല അങ്ങനെ. അപ്പോൾ എൻ്റെ മനസ്സ് തിരിഞ്ഞ നേരെ സ്ട്രീറ്റിലേക്കാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ സ്ട്രീറ്റിലുണ്ട് ആ സമയത്ത്, റെക്സി എന്ന് പറയും. അങ്ങനെ റെക്സിയോടൊപ്പം സ്ട്രീറ്റിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു 99 ഇറങ്ങിയതാണ് ഞാൻ. അങ്ങനെ ഒരു 10-13 കൊല്ലം സ്ട്രീറ്റിലെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു ലൈഫ് മൊത്തം. അതിനിടയിലാണ് കല്യാണം കഴിച്ചത്. ഇപ്പോൾ അത് കഴിഞ്ഞു, ആ മിനിസ്ട്രി നിന്നു. കോവിഡോടെ എല്ലാം സ്റ്റോപ്പായി. അതോടെ ഞാനിപ്പോൾ പച്ചപ്പുൽപ്പുറങ്ങളിൽ വന്നു. ബോണിൻ്റെ കൂട്ടുകാരനാണ്. പച്ചപ്പുൽപ്പുറങ്ങളിലും കുട്ടികളാണല്ലോ, കുട്ടികൾ നമ്മുടെ വീക്ക്നെസ്സാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 7 കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഹാപ്പി ലൈഫ്. വേറെ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. ലോകം വലുതാണെങ്കിലും എൻ്റെ ഫ്രെയിം ചെറുതാണ്. ചേട്ടാ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികളിലേക്ക് നമ്മൾ ഈ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഒക്കെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ഒരു നീഡ് എന്താണ്? നീടെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വേദനിപ്പിക്കുന്ന കാര്യം, ലോകം ഭയങ്കര സ്പീഡാണ്. അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കളും ആ സ്പീഡിൽ കയറിപ്പോയി. കുട്ടികളും അതിൻ്റെ ഒപ്പം പോകുന്നുണ്ട്. അതവർക്ക് അറിയുന്നില്ല. ഞങ്ങളുടെ കുട്ടികളും ഈ ലോകത്തിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ അറിയുന്നില്ല. അതാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ്. നമ്മൾ 1000 പ്രാവശ്യം കുട്ടികളോട് പറഞ്ഞാലും അത് മാതാപിതാക്കൾ ഗ്രഹിക്കുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് അത് കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, നിലകൊള്ളണം എന്നുള്ളതിനാണ് എപ്പോഴും ഇതാഗ്രഹം. എന്നാൽ കുട്ടികളിലൂടെ മാതാപിതാക്കളെ കൺവിൻസ് ചെയ്യണം, അവർ മനസ്സിലാക്കണം കർത്താവില്ലാതെ പറ്റില്ല എന്നുള്ളത്.